നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. 2026 ഓഗസ്റ്റ് മാസം 17-ാം തീയതി 1202 ആണ്ട് ചിങ്ങമാസം 1-ാം തീയതി ചിങ്ങം തുടങ്ങി. ശരിക്ക് പുതുവർഷം, മലയാളികളുടെ പുതുവർഷം ആരംഭിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇന്ന് വന്നിരിക്കുന്ന ദിവസം തന്നെ നല്ല ദിവസമാണ്. തിങ്കളാഴ്ച. ചിത്തിര നക്ഷത്രം വളരെ ദോഷ നക്ഷത്രമല്ല. ഇതെല്ലാം കൂടി ഒത്തു വന്നിരിക്കുന്ന നല്ലൊരു ദിവസമാണ്. ചിങ്ങ പൊൻപുലരി, അതുപോലെ തിങ്കളാഴ്ച, ചിത്തിര നക്ഷത്രം, അതുപോലെ പഞ്ചമി, തിഥി പഞ്ചമിയാണ്. എല്ലാം കൂടി ഒത്തു വന്നിരിക്കുന്ന നല്ല ദിവസം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ എല്ലാ ശുഭകാര്യങ്ങൾക്കും ഇന്നത്തെ ദിവസം അനുകൂലപ്രദമാണ്. മാത്രമല്ല, ഇപ്പോൾ എന്ത് ശുഭകാര്യം, ഒരു ആഴ്ചയുടെ ആരംഭമാണ്, ആരംഭം കുറിച്ചിരിക്കുന്ന ദിവസമാണ്. അതുകൊണ്ട് എന്ത് ആരംഭിക്കാനും അനുകൂലപ്രദമായ ദിവസമാണ്. അതുപോലെ തന്നെ ചിങ്ങമാസത്തിലെ ചിത്തിര നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ വളരെ ഭാഗ്യദായകമായ ഒരു വർഷമാണ്. ചിങ്ങം 1-ാം തീയതി തന്നെ വന്നു. മാത്രമല്ല, വിദേശത്ത് ജോലിക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർ, അല്ലെങ്കിൽ മൈഗ്രേറ്റ് ചെയ്ത് പോകാൻ ആഗ്രഹിക്കുന്നവർ, പഠിക്കാൻ പോകാൻ താല്പര്യം പ്രകടിപ്പിച്ച് നടക്കാതിരിക്കുന്നവർക്ക് ഒക്കെ അനുകൂലപ്രദമായ ഒരു അന്തരീക്ഷം ഉണ്ടാവും. അതുപോലെ വീട് വയ്ക്കാനോ വസ്തു മേടിക്കാനോ വാഹനം വാങ്ങാനോ ശ്രമിച്ചിട്ട് നടക്കാതിരിക്കുന്നവർ വിഷമിക്കണ്ട. നിങ്ങൾക്ക് ഈ വർഷത്തിൽ ഇത്തരം കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ മറ്റ് വിഭാഗത്തിൽപ്പെട്ടവർക്കും സമയം അനുകൂലപ്രദമാണ്. ആ ഒരു വർഷത്തെ വേസ്റ്റ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഇന്ന് നല്ല ദിവസം ആണ്. ചിങ്ങം 1-ാം തീയതിയും എല്ലാം കൂടി ഒത്തു വന്നിരിക്കണം. അപ്പോൾ അമ്പല ദർശനമാവട്ടെ, പ്രാർത്ഥനയ്ക്ക് ദേവാലയങ്ങളിൽ പോകുന്നതാവട്ടെ, ഒക്കെ നമുക്ക് രാഹുകാല സമയം നോക്കി പോകുന്നത് നന്നായിരിക്കും. രാഹുകാലം രാവിലെ വച്ചിട്ടുണ്ട്. 7:51 തൊട്ട് രാഹുകാലം തുടങ്ങും. 7:51 തൊട്ട് 9:24 വരെ രാഹുകാല സമയമാണ്. വളരെ നേട്ട ഭാവത്തെ കൊടുക്കുന്ന സമയമാണ് രാഹുകാല സമയം. വളരെ നേട്ട ഭാവത്തെ രാഹുകാല സമയം പ്രദാനം ചെയ്തു തരും. ഐശ്വര്യപ്രദമായ അവസ്ഥയെ തരും. നേട്ടത്തെ പ്രദാനം ചെയ്തു തരും. രാഹുകാല സമയം ഒഴിച്ച് അന്നത്തെ ദിവസം രാഹുകാല സമയത്ത് പോകരുതെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. രാഹുകാലം ഒഴിച്ച് പോകുന്ന ആ പീരീഡിൽ ഐശ്വര്യപ്രദമായ അവസ്ഥകൾ ഉണ്ടാകുന്ന ദിവസമാണ്. അപ്പോൾ രാഹുകാലം വിട്ട് പോകണം. ഈ സമയത്ത് യാത്ര മാറ്റിവെക്കണം. ഈ സമയത്ത് ഇറങ്ങരുത് ഒരു ശുഭകാര്യത്തിന്. അത് 7 തൊട്ട് 9 വരെ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഇവിടെ 7:51 തൊട്ട് 9:24 വരെയാണ്. ഈ സമയം ശുഭയാത്രയ്ക്ക് എടുക്കരുത്. ബാക്കി കാര്യങ്ങൾക്ക് രാഹുകാലം ബാധകമല്ല. പക്ഷെ ഒരു കാര്യത്തിന് എടുക്കാൻ പാടില്ലാത്ത 2 സമയങ്ങളുണ്ട്, ഗുളികനും യമകണ്ഠനും. അത് ഗുളികൻ്റെ ഉദയം നിൽക്കുന്ന സമയം 2:01 തൊട്ട് 3:33 വരെയും, യമകണ്ഠ കാല സമയം നിൽക്കുന്നത് ശരിക്ക് 10:58 തൊട്ട് 12:29 വരെയും. ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. അതുപോലെ ഇന്നും അഭിജിത്ത് മുഹൂർത്തമുണ്ട്. അഭിജിത്ത് മുഹൂർത്തം 12:05 തൊട്ട് ആരംഭിക്കും. 12:53 വരെ 48 മിനിറ്റ് നേരമുണ്ട്. അതിൽ ഇടയ്ക്കൊരു 4 മിനിറ്റ് ഒഴിച്ച് 44 മിനിറ്റും നമുക്ക് ഉപയോഗിക്കാം. ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും വസ്ത്രം ധരിച്ചുകൊണ്ട് പോകുമ്പോൾ ശുഭ്രവസ്ത്രം, അതായത് വെളുത്ത വസ്ത്രത്തിന് പ്രാധാന്യം കൊടുക്കുക. അത് പേളിൻ്റെ കളറായാലും ശരി, അല്ലാതെ നല്ല വെളുത്ത കളറായാലും ശരി, വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഭാഗ്യദായകമായ അവസ്ഥയുണ്ടാവും. ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ലൊരു പുതുവർഷം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.